MCBS മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദി ബ്ലെസ്സഡ് സാക്രമെന്റ്, ദിവ്യകാരുണ്യ പ്രേക്ഷിത സമൂഹം. ചരിത്രത്തിന്റെ സമസ്യകൾക്കുള്ള സ്വർഗത്തിന്റെ ഉത്തരമാണ് ക്രിസ്തു. മാനവരാശിയുടെ പൈതാഹങ്ങൾക്ക് ശമനമായി അവിടുന്ന് ദിവ്യകാരുണ്യത്തിലൂടെ തന്നെ പകുത്തു നൽകി. ഈ മഹാരഹസ്യത്തെ ലോക ചരിത്രത്തിലേക്ക് തുറന്നുവെച്ച ഒരു സന്യാസ സംഭവമാണ് ദിവ്യകാരുണ്യ പ്രേക്ഷിത സമൂഹം അഥവാ MCBS. ദിവ്യകാരുണ്യം ജീവിക്കുക, പ്രഘോഷിക്കുക എന്ന ആപ്തവാക്യവുമായി കേരള മണ്ണിൽ മുളച്ച് ഭാരതത്തിലും ഇതര ഭൂഖണ്ഡങ്ങളിലും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ പ്രേക്ഷിത സന്യാസ സമൂഹം ദിവ്യകാരുണ്യത്തിന്റെ പരമമായ കരുണയ്ക്ക്, അവർണ്ണനീയമായ ദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടുകയാണ്. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളിൽ ദൈവനിയോഗിതരായ ചില വ്യക്തിത്വങ്ങളിലൂടെ ദൈവം നൽകുന്ന പ്രത്യുത്തരമാണ് സന്യാസം. ലോക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഭാരത സംസ്കാരത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനം സന്യാസത്തിനുണ്ട്. ഈശ്വരാന്വേഷണം ജീവശ്വാസമാക്കി മാറ്റിയ പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെത്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ, ആത്മരക്ഷയ്ക്കും സാർവത്രിക രക്ഷയ്ക്കും വേണ്ടിയുള്ള സമർപ്പണമെന്നാണ് ഋഗ്വേദം അതിനെ വ്യാഖ്യാനിക്കുന്നത്. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് സഹനമരണോത്ഥാനങ്ങളിലൂടെ മാനവരക്ഷ സാധ്യമാക്കിയ ക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ടാണ് തിരുസഭയിൽ സന്യാസത്തിന്റെ ചേതന വിടർന്നത്. ആ നിത്യപ്രേമ വസന്തത്തിന്റെ അനുരണനങ്ങൾ വിശ്വവ്യാപകമായി പടരുകയും അത് നമ്മുടെ നാട്ടിൽ പുഷ്പിക്കുകയും ചെയ്തു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ക്രിസ്തുവിന്റെ തിരുമുറിവുകൾ ധ്യാനിച്ച് വിശ്വാസ പ്രഖ്യാപനം ചെയ്ത തോമാശ്ലീഹായുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയും സാംസ്കാരിക ജീവിത ശൈലിയുമാണ് നമ്മുടെ പൂർവികർ ഉൾക്കൊണ്ടതും പകർന്നു തന്നതും. ഈ അടിത്തറയാണ് സന്യാസ സമർപ്പണ പാരമ്പര്യത്തിന്റെ കൃപയും കരുത്തുമായി നിലകൊള്ളുന്നത്. ക്രൈസ്തവ ജീവിതത്തിന്റെ ആധ്യാത്മികതകളെല്ലാം കുർബാനയിൽ നിന്ന് വിടരുന്നതും കുർബാനയിലേക്ക് ഒഴുകിച്ചേരുന്നതുമായിരിക്കണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുർബാന കേന്ദ്രീകൃത വിചാരപ്പെടലിനാണ് 20-ാം നൂറ്റാണ്ട് പ്രത്യേകമാംവിധം സാക്ഷ്യം വഹിച്ചത്. വിശുദ്ധ മാർപ്പാപ്പമാരായ 10-ാം പിയൂസിലൂടെയും 11-ാം പിയൂസിലൂടെയും പരമകാരുണ്യത്തിന്റെ പറ്റുമാനവും പ്രേക്ഷിത തീക്ഷ്ണതയും പ്രോജ്വലിക്കുകയും അത് ലോകമെമ്പാടും കത്തിപ്പടരുകയും ചെയ്തു. ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ നവീകരണത്തിന്റെ ഈ അലയൊലികൾ കേരള മണ്ണിലേക്ക് ചങ്ങനാശ്ശേരി അന്നത്തെ രൂപതയിലെ അഭിവന്ദ്യ പിതാക്കന്മാരായ മാർ തോമസ് കുര്യാളശ്ശേരിയിലൂടെയും മാർ ജെയിംസ് കാളാശ്ശേരിയിലൂടെയും കൃപയുടെ നീർച്ചാലായി ഒഴുകി വന്നു. വിശ്വസിക്കേണ്ടതും ജീവിക്കേണ്ടതും ആഘോഷിക്കേണ്ടതുമായ അനുഗ്രഹത്തിന്റെ നിർജ്ജരി എന്നാണ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ കുർബാനയെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പരമദിവ്യകാരുണ്യത്തിൽ മുങ്ങി നിവർന്ന 2 അതുല്യ വ്യക്തിത്വങ്ങൾ കേരള സഭയിൽ ഉണ്ടായിരുന്നു. പെരിയ ബഹുമാനപ്പെട്ട ആലക്കളത്തിൽ മത്തായി അച്ഛനും പറയടത്തിൽ യൗസേപ്പച്ചനും. വരപ്രസാദ സൂര്യനാകുന്ന പരിശുദ്ധ കുർബാനയാണ് സർവ്വലോകത്തിന്റെയും ശക്തി കേന്ദ്രവും പ്രഭാസങ്കേതവുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ സമശീർഷകരില്ലാത്ത വിധം പ്രഘോഷിക്കുകയും ജനഹൃദയങ്ങളെ ദിവ്യകാരുണ്യത്തിന്റെ ഊക്ഷ്മളത നുകരാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത പ്രേക്ഷിത തീക്ഷ്ണമതിയായിരുന്നു ആലക്കളത്തിൽ മത്തായി അച്ഛൻ. ആരാധനക്രമ ഭാഷ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന കാലത്ത് അതിലെ പ്രാർത്ഥനകൾ മാതൃഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതത്വം കർമ്മവഴിയിൽ സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പരിശുദ്ധ കന്യകാമറിയത്തെ ആദ്യ സക്രാരി എന്ന് വിശേഷിപ്പിച്ച ഒരു ദീർഘദർശിയായിരുന്നു അദ്ദേഹം. ഞാൻ ഇല്ലാത്ത, നമ്മൾ മാത്രമായിരിക്കുന്ന സമൂഹമാണ് ആലക്കളത്തിലച്ചൻ വിഭാവനം ചെയ്തത്.
കരിസ്മാറ്റിക് ധ്യാനങ്ങൾ കേരളത്തിൽ തുടങ്ങും മുമ്പേ കേരളത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധ്യാന പ്രസംഗങ്ങൾ നടത്തുകയും പുസ്തകങ്ങൾ രചിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പുണ്യാത്മാവായിരുന്നു അദ്ദേഹം. ഒരു നിമിഷം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലായിരിക്കുന്ന ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന ഭാഗ്യത്തോട് തുലനം ചെയ്യുമ്പോൾ മറ്റെല്ലാം നിസ്സാരങ്ങളാണ് എന്ന് വിശ്വസിച്ച് സക്രാരി സാന്നിധ്യത്തിൽ അപൂപനാഥന്റെ മുൻപിൽ ചാഞ്ഞുകിടന്ന് സന്യാസമാണ് ജീവിത സാഫല്യമെന്ന് തിരിച്ചറിഞ്ഞ നിർമ്മല മാനസനായിരുന്നു പറയടത്തിൽ യൗസേപ്പച്ചൻ. റോഡുകൾ നിർമ്മിച്ച് പൊതുജന ഗതാഗതം സുഗമമാക്കുകയും വിജ്ഞാനം പകരാനായി നിശാ പാഠശാലകൾ ആരംഭിക്കുകയും സമൂഹത്തിലെ ദളിത്, അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിവരെ പഠിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഓലമെടച്ചിൽ, നെയ്ത്തു പരിശീലനം തുടങ്ങി ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പറയടത്തിലച്ചൻ. ഈ ഇരുവരുടെയും ദർശനങ്ങളിലും പ്രാർത്ഥനയിലും സ്വപ്നത്തിലും വിരിഞ്ഞതാണ് ദിവ്യകാരുണ്യ പ്രേക്ഷിത സമൂഹം. കേരള സഭാ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ദിവ്യകാരുണ്യ പ്രേക്ഷിത സഭയുടെ സ്ഥാപകരായി ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ചത് ഈ സുഹൃതികളെയായിരുന്നു. ക്രിസ്തുനാഥന്റെ രക്ഷാകര പദ്ധതിയുടെ ജൂബിലി വർഷത്തിൽ 1933 മെയ് 7 വിശുദ്ധ യൗസേപ്പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിൽ MCBS സഭ ചങ്ങനാശ്ശേരി രൂപതയിലെ മല്ലപ്പള്ളിയിൽ പിറവികൊണ്ടു. ഈ പുണ്യപിതാക്കളുടെ ദിവ്യകാരുണ്യ ചൈതന്യം ജീവിതപാതയായി സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 9 പതിറ്റാണ്ടുകളിലേറെയായി ദിവ്യകാരുണ്യ മിഷണറി പ്രേക്ഷിത സമൂഹം അതിന്റെ ശാഖകൾ വിരിച്ച് മാനവകുലത്തിന് തണുവും തണലുമേകുകയാണ്. അജഗണത്തിന്റെ അപ്പമായി മാറിയ വലിയിടയന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ഒരിടയനും ഒരു തൊഴുത്തും എന്ന അഭിലാഷപൂർത്തിയുടെ ഭാഗമായി കേരള സഭയിലും ആഗോള സഭയിലും MCBS സമൂഹാംഗങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ സാക്ഷികളായി അവരുടെ അജപാലന ദൗത്യം നിർവഹിക്കുകയാണ്. സകലരെയും മിശിഹായുടെ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന സാർവത്രിക പ്രേക്ഷിതത്വം ജീവിച്ചും പ്രഘോഷിച്ചും കൊണ്ടുള്ള ഒരു ദിവ്യകാരുണ്യ സംസ്കൃതിക്കാണ് അവർ ഊന്നൽ നൽകുന്നത്. ഒരു നൂറ്റാണ്ടിലേക്ക്, 100ാം വർഷത്തിലേക്ക് കുതിക്കുന്ന ഈ സഭയിൽ, ഈ സമൂഹത്തിൽ 2 മെത്രാന്മാരും ഏതാണ്ട് 500-ൽ പരം വൈദികരും 250-ൽ പരം വൈദിക വിദ്യാർത്ഥികളും ഇന്ന് ഉണ്ട്. 3 പ്രൊവിൻസുകളാണ് സഭയ്ക്കുള്ളത്. സഭയുടെ ആസ്ഥാനം ആലുവ ചുണങ്ങംവേലിയിലാണ്. MCBSന്റെ ശുശ്രൂഷ മേഖലകൾ പരിശുദ്ധ കുർബാനയിൽ ഊന്നി നിന്നുകൊണ്ട് പാദക്ഷാളനത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും അസ്തിത്വാർപ്പണത്തിലൂടെ അനശ്വരമാക്കലിന്റെയും ചൈതന്യവാഹികളായി ഒരു നവലോക നിർമ്മിതി സ്വപ്നം കണ്ട് മുന്നേറുകയാണ്, ലക്ഷ്യമിട്ട് മുന്നേറുകയാണ്. സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് തഴയപ്പെട്ടവരും അരികുവൽക്കരിക്കപ്പെട്ടവരും അന്തിയുറങ്ങാൻ ഇടമില്ലാത്തവരും അശരണരും ആശ്രയഹീനരും എന്നും MCBSന്റെ പ്രേക്ഷിതത്വത്തിൽ മുഖ്യ ഗണനാർഹരാണ്. വൈവിധ്യമാർന്ന ശുശ്രൂഷ മേഖലകളാണ് ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഈ പ്രേക്ഷിത സമൂഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരാധനക്രമാധിഷ്ഠിതമായ ജീവിതവും പരിശീലനവും, അജപാലനം, ദിവ്യകാരുണ്യ പഠന കേന്ദ്രങ്ങൾ, ധ്യാനങ്ങൾ, ദിവ്യകാരുണ്യ ഗീതങ്ങൾ, കലാരൂപങ്ങൾ, മാതൃസഭയ്ക്ക് വേണ്ടിയുള്ള സംഭാവനകൾ, ബൈബിൾ വിജ്ഞാന മേഖല, ദൈവശാസ്ത്ര തത്വശാസ്ത്ര പഠന പരിശീലനങ്ങൾ കേന്ദ്രങ്ങൾ, കുടുംബ പ്രേക്ഷിതത്വം, കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള ആത്മീയ സംഘടനകൾ, രാജ്യ പുരോഗതിയിലുള്ള സജീവമായ ഭാഗഭാഗിത്വം, തടവറ പ്രേക്ഷിതത്വം, ആതുര ശുശ്രൂഷ, മാനസികവും ശാരീരികവുമായ സുസ്ഥിതിക്കുള്ള സംരംഭങ്ങൾ, ആകാശപ്പറവകളുടെ സംരക്ഷണം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള കരുതൽ, ബധിരർക്കും മൂകർക്കുമായുള്ള കാരുണ്യ നിലയങ്ങൾ, ഭിക്ഷാടകർക്കുള്ള അൻപു ഇല്ലങ്ങൾ, കാലോചിത സുവിശേഷ പ്രഘോഷണങ്ങൾ, മതാന്തര സംവാദങ്ങൾ,
കലാകായിക മേഖലകൾ, പ്രകൃതി സൗഹൃദ സംരംഭങ്ങൾ, കൃഷി, സംഗീതം, വിദ്യാഭ്യാസം, സാഹിത്യം, അച്ചടി, സാങ്കേതിക പരിശീലന മേഖലകൾ, നവമാധ്യമ പ്രേഷിതത്വം എന്നീ രംഗങ്ങളിൽ തനതു മുദ്ര പതിപ്പിക്കാൻ MCBS-ന് കഴിഞ്ഞിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തോട് ചേർന്നതെല്ലാം അതിസുന്ദരം. സമർപ്പണ ജീവിതത്തിന്റെ നവീന പാതകൾ, ആരാധനക്രമബന്ധിയായ ജീവിതത്തിന്റെയും പ്രഘോഷണത്തിന്റെയും പുതുമാനങ്ങൾ, പ്രേഷിതത്വത്തിന്റെ പുനർനിർവചനം, കരുണയുടെ സുവിശേഷത്തോടുള്ള ചേർന്നിരിപ്പും ചെയ്തികളും, പൈതൃക പഠനത്തിലൂന്നിയുള്ള കർമ്മ പദ്ധതികൾ, സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെയുള്ള കാലിക ഇടപെടലുകൾ എന്നിവയാണ് വരും വർഷത്തേക്കുള്ള MCBS-ന്റെ കർമ്മപാത. സകലരെയും കുഞ്ഞാടിന്റെ ബലിവിരുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പ്രേഷിത താൽപര്യം സഭയ്ക്കുണ്ടാവണം. ക്രിസ്തുവാകുന്ന പ്രത്യാശയുടെ പാറയിലേക്ക് മിഴിനട്ട് നടകൊള്ളുന്ന സമൂഹമാണ് നമ്മൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ ഈ സ്വപ്ന സാഫല്യത്തിനു വേണ്ടി ദൈവത്തോടുള്ള അഗാധമായ പ്രണയവും മനുഷ്യകുലത്തോടുള്ള തീരാത്ത പ്രതിബദ്ധതയും നെഞ്ചേറ്റിക്കൊണ്ട് ദിവ്യകാരുണ്യ പ്രേഷിത സമൂഹം MCBS അവളുടെ പദചലനങ്ങൾ പ്രദക്ഷിണങ്ങളാക്കുകയാണ്. നന്ദി.